ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബി.ജെ.പി. നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. 4 മണ്ഡലങ്ങളിൽ വിജയസാധ്യതയും വെച്ച് പുലർത്തുന്ന ബി.ജെ.പി. 20% വോട്ട് വിഹിതം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ യോഗത്തിൽ പങ്കെടുക്കും. വി വിനോദ് വാർത്തയുടെ വിവരങ്ങൾ നൽകും. വിനോദ്, എപ്പോഴാണ് യോഗം? ഒപ്പം ഇ.പിക്കെതിരെ ശോഭാ സുരേന്ദ്രന്റെ പരാമർശങ്ങളിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ശോഭയ്ക്കെതിരെ വിമർശനത്തിന് സാധ്യതയുണ്ടോ? 10 മണിക്കാണ് തിരുവനന്തപുരത്ത് ബി.ജെ.പി. നേതൃയോഗം. ഭാരവാഹികളും അതോടൊപ്പം തന്നെ മണ്ഡലങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ ഇവരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു അവലോകനമാണ്. നേരത്തെ 16% വരെ വോട്ട് വിഹിതം നേടാൻ ബി.ജെ.പി. കഴിഞ്ഞിരുന്നു. ഇത് 20% മുകളിലേക്ക് പോകും എന്ന കണക്കുകൂട്ടലാണ്. 4 മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കാമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ഇതിൽ 2 മണ്ഡലം ഉറപ്പ് എന്ന നിലയിലാണ് ബി.ജെ.പി. നേതാക്കളുടെ കണക്കുകൂട്ടൽ. ഏതായിരുന്നാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അതോടൊപ്പം തന്നെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ, ഇതിനുള്ള പ്രാഥമിക ചർച്ചകളും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. മറ്റൊരു കാര്യം, ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളാണ്. ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പരാമർശങ്ങൾ. ആദ്യം കെ സുധാകരനാണ്, കോൺഗ്രസ് അധ്യക്ഷൻ, കെ.പി.സി.സി. അധ്യക്ഷൻ ആയിരുന്ന കെ സുധാകരൻ. അദ്ദേഹം ഈ ഒരു വെടിപൊട്ടിക്കുന്നു. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുന്നതിനുള്ള ചർച്ചകൾ നടത്തിയെന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലായിരുന്നു. ഇത് ശോഭാ സുരേന്ദ്രൻ ഏറ്റുപിടിക്കുകയും ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലും ശോഭയുമായിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുകയും ചെയ്യുന്നു. പിന്നീട് ഇ.പി. പലവട്ടം ചർച്ച നടത്തിയെന്നും പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവർ ഇതിന് ചുക്കാൻ പിടിച്ചുമെന്നുള്ള ചില കാര്യങ്ങൾ പുറത്തു വരികയും ഇ.പി. തന്നെ പ്രകാശ് ജാവദേക്കർ തന്റെ മകന്റെ വീട്ടിൽ എത്തി കണ്ടു എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇത് ബി.ജെ.പിയിൽ വലിയ നേതൃതലത്തിൽ വലിയ അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പ്രകാശ് ജാവദേക്കർ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം കേരള പ്രഭാരിയായി എത്തിയതാണ്. അദ്ദേഹം പല നേതാക്കളുമായും ചർച്ച നടത്തുന്നുണ്ട്. CPM-ലും അതോടൊപ്പം തന്നെ കോൺഗ്രസിലും പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന, മാനസികമായി അകന്നു നിൽക്കുന്ന നേതാക്കളെ ബി.ജെ.പിയിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യം അവിടെ അനിൽ ആന്റണി, പത്മജ വേണുഗോപാൽ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ബി.ജെ.പിയിലേക്ക് എത്തുന്നു. അതിന് പുറമെ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ശോഭയുടെ വെളിപ്പെടുത്തലുണ്ടായത്. അതായത് ഒരു സ്ട്രാറ്റജിക് മൂവ് പൊളിച്ചു എന്ന ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ശോഭയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ബി.ജെ.പിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. പാർട്ടിയിലേക്ക് വരാൻ നിന്ന നേതാക്കൾ ഇതോടുകൂടി അവരുടെ നീക്കങ്ങൾ അവസാനിപ്പിച്ചു. ഇത് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയൊരു ദൗത്യം ഇല്ലാതാകുന്നതിന് കാരണമായി എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമുണ്ട്. പ്രകാശ് ജാവദേക്കറിനും ഇക്കാര്യത്തിൽ അനിഷ്ടമുള്ളതായാണ് വിവരം. ഏതായിരുന്നാലും ഇന്നത്തെ യോഗത്തിൽ ശോഭയുടെ പരാമർശങ്ങൾ സംബന്ധിച്ച് വിമർശനം ഉയരാനുള്ള സാധ്യതകളുണ്ട്. പാർവതി, ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബി.ജെ.പി. നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും വി വിനോദ്.